അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാന്യരായ കാരണവന്മാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഇന്നത്തെ ഈ ദിവസം അള്ളാഹുവിന് തൃപ്തികരമായ അമലുകൾ ചെയ്യാൻ റബ്ബ് നമുക്കെല്ലാവർക്കും തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. വളരെ സന്തോഷകരമായ ഒരു അവസരത്തിലാണ് നമ്മൾ കൂടിയിട്ടുള്ളത്. കൂടുതലായി ദീർഘിച്ച് എന്തെങ്കിലും പറയാൻ ഈ സമയത്ത് ഉദ്ദേശിക്കുന്നില്ല. സാധാരണഗതിയിൽ നമ്മൾ ഓരോ പ്രത്യേകമായ സാഹചര്യങ്ങളിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഒരുമിച്ചിരുന്ന് ആ സന്ദർഭത്തെ, ആ സമയത്തെ പ്രകീർത്തിക്കുകയും ആ സമയത്തിൽ സന്തോഷം പരസ്പരം രേഖപ്പെടുത്തുകയും ഒരുമിച്ചിരുന്ന് അള്ളാഹുവിനെ സ്തുതിക്കുകയും പ്രവാചകൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുകയും ഒക്കെ ചെയ്യുന്നതൊരു സുന്നത്തായ കാര്യമാണ്. ആ നിലക്കുള്ള ഒന്ന് രണ്ട് വർത്തമാനങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുകയും അവൻ്റെ എല്ലാവിധത്തിലുള്ള ഖൈറും ബർക്കത്തും നമ്മുടെ ജീവിതത്തിൽ എല്ലാ സന്ദർഭത്തിലും നമുക്ക് നൽകുകയും ചെയ്യുമാറാവട്ടെ. ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവന് സ്വന്തമായിട്ട് ഒരു വീട് എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഒരു മനുഷ്യൻ്റെ സൗഭാഗ്യങ്ങളിൽ പെട്ട ഒരു കാര്യം അവന് അന്തി ഉറങ്ങാൻ കഴിയുന്ന സൗകര്യപ്രദമായ ഒരു വീട് എന്നതാണ്. രണ്ടാമത് പറഞ്ഞത് അവന് യാത്ര ചെയ്യാൻ പറ്റുന്നൊരു വാഹനം അവനുണ്ടാവുക എന്നുള്ളതാണ്. മൂന്നാമത്തെ മർഅത്തുൻ സ്വാലിഹ് എന്നാണ്, ഒരു സ്വാലിഹത്തായ ഇണ അവർക്കുണ്ടാവുക. ഈ മൂന്ന് കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവൻ്റെ ഒരു പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ എണ്ണിയ കാര്യമാണ്. കാരണം വീട് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ വീടുകളെ നിങ്ങൾ കിബിലകളാക്കുക എന്ന് പറയുന്നു. നമ്മുടെ കിബില എന്ന് പറഞ്ഞാൽ കാബയാണ്. നമ്മൾ നമസ്കരിക്കേണ്ടത് പള്ളിയിലാണ്. പക്ഷെ വീടുകളെ നിങ്ങൾ കിബിലകളാക്കണം എന്ന് പറയുന്നിടത്ത് ഒരു ഘട്ടത്തിൽ പള്ളികളിൽ പോയി നമസ്കരിക്കാൻ പറ്റാത്ത, പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ടായി. നമ്മുടെ അനുഭവത്തിൽ കൊറോണ കാലം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ അതിനു മുമ്പുള്ള ചില പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ അത്തരം ചില സന്ദർഭങ്ങളുണ്ടായി. ചിലപ്പോൾ മർദ്ദകരായ ഭരണാധികാരികൾ, ഇപ്പം തന്നെ നമുക്കറിയാമല്ലോ, ബംഗാളിൽ അധികാരം കിട്ടുമ്പോഴേക്കും ഒരുപാട് പള്ളികൾ അവിടെ എന്ത് ചെയ്ത് പൊളിച്ചു തുടങ്ങി. ബാബരി മസ്ജിദിൻ്റെ സമാന സ്വഭാവത്തിലാണ് മധ്യപ്രദേശിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലൊരു വിധി വന്നത്. ഈ പള്ളി ഒഴിവാക്കി അപ്പുറത്തോട്ട് നിങ്ങൾ വേറെ പള്ളി പണിയണം എന്ന് പറയുന്നു. അപ്പോൾ ഇതുപോലെയൊക്കെ പലതും ഇനിയും സംഭവിക്കാം. പല നാടുകളിൽ ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ട്, ഇതുപോലെ ഇനിയും സംഭവിക്കാം. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിലും നമസ്കാരവും പ്രാർത്ഥനയും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒഴിവാക്കാൻ പറ്റില്ല. അപ്പം നിങ്ങളുടെ വീടുകൾ നിങ്ങളുടെ കിബിലകളാക്കണം എന്ന് പറഞ്ഞതിൻ്റെ ഒരു താല്പര്യം അതാണ്. അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ച്, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല, ഒരാളുടെ സ്വഭാവങ്ങൾ, അവൻ്റെ സംസ്കാരങ്ങൾ, ഇതെല്ലാം ഉണ്ടായി വരുന്നത് അവൻ്റെ വീടുകളിൽ നിന്നാണ്. നമ്മുടെ ആളുകളെ പണ്ട് തന്നെ പറയുന്നുണ്ട്, അവൻ തറവാട്ട് പിറന്നവനാണ്, അന്ന് വീടിനെ തറവാട് എന്ന് കൂടെ പറയുന്നൊരു വർത്താനമുണ്ട്. അപ്പോൾ ആ തറവാടിൻ്റെ ഒരു മഹത്വം എന്തുണ്ടാവും, അവൻ്റെ സ്വഭാവത്തിൽ, അവൻ്റെ പെരുമാറ്റത്തിൽ, അവൻ്റെ ശീലങ്ങളിൽ, അവൻ്റെ വിശ്വാസങ്ങളിൽ, അവൻ്റെ സംസ്കാരങ്ങളിൽ ഒക്കെ ഉണ്ടാകും എന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ വീടുമായി കേന്ദ്രീകരിച്ചു കൊണ്ടാണ്. അറബിയിൽ വീടിന് പറയുന്ന കുറേ വാക്കുകളുണ്ട്. അതിൽ ഓരോ പദങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും നമ്മൾ മലയാളത്തിൽ വീട് എന്ന് പറഞ്ഞു പോകുന്നതല്ല, ഒക്കെ ഒരു ആശയത്തെ ഉൾക്കൊള്ളുന്നതാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ദാറ് എന്നാണ് നമ്മൾ സാധാരണ വീടിന് പറയുന്നൊരു അർത്ഥം. ദാറയദൂറു എന്ന് പറഞ്ഞാൽ ചുറ്റിക്കറങ്ങുക എന്നുള്ളതാണ്. അത് ഒരു മനുഷ്യൻ്റെ എല്ലാ കറക്കവും, അവൻ എവിടെയൊക്കെ പോയാലും എന്താണ്,
അവൻ ഈ വീട് വിട്ടിട്ട് അവൻ എവിടെയും പോകില്ല. ഇപ്പം ഗൾഫിൽ പോയിട്ട് താമസിക്കുന്ന ജോലി എടുക്കുന്ന ആളുകളുണ്ടാവും. ചിലപ്പോൾ അവർ ആയുസിൻ്റെ വലിയൊരു ശതമാനം അവർ ഗൾഫിലായിരിക്കും. എന്നാലും അവരവിടെ സ്വന്തം വീടൊന്നും ഉണ്ടാക്കില്ല. അവരവരുടെ നാട്ടിലെ വീടുണ്ടാക്കുക. എന്നിട്ട് അവിടെ പോയിട്ട് അവർ ജോലി എടുക്കും. പിന്നെ അവരെത്ര കാലമാണ് അവരുടെ വീട്. അപ്പോൾ ഇതൊരു കേന്ദ്രമാണ്. ഈ വീട് എന്ന് പറയുന്നതിന് ചുറ്റിയിട്ടായിരിക്കും അവരുടെ എല്ലാ കാര്യങ്ങളും. ഇതൊരു നേരത്തെ പറഞ്ഞ അവരുടെ ഒരു സംസ്കാരം, ശീലങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ എല്ലാം ഇതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും. അവൻ്റെ വളർച്ച, അവൻ്റെ തളർച്ച എല്ലാം ആ വീടിന്. അതാണ് ദാറയദൂർ. അവൻ അതിന് ചുറ്റിയിട്ടായിരിക്കും അവൻ്റെ കാര്യങ്ങൾ മൊത്തം. മറ്റൊന്ന് മൻസിൽ എന്നാണ് വീടിന് പറയുന്നത് വേറൊരു വാക്ക്. നസല എന്ന് പറഞ്ഞാൽ ഇറങ്ങുക എന്നുള്ളതാണ്. മൻസിൽ എന്ന് പറഞ്ഞാൽ ഇറങ്ങുന്ന സ്ഥലം എന്നുള്ളതാണ്. എവിടെ പോയാലും നമ്മൾ അവസാനം എത്തുന്നത്, നമ്മൾ ഇറങ്ങുന്നത് എവിടെയായിരിക്കും? നമ്മളെ ഈ വീട്ടിലായിരിക്കും നമ്മുടെ ഇറക്കം എന്ന് പറയുന്നത്. കറക്കം പുറത്താണെങ്കിലും ആ കറങ്ങിയ അവസാനം നമ്മൾ ഇറങ്ങുന്നത് നമ്മുടെ വീട്ടിലായിരിക്കും. അറബിയിൽ അതിന് പറയുന്നതിന് വേറൊരു വാക്ക് ബൈത്ത് എന്നാണ്. സാധാരണ നമ്മളൊക്കെ ഉപയോഗിച്ച് വരുന്നൊരു വാക്കാണ് ബൈത്ത്. ബൈത്ത് എന്ന് പറഞ്ഞാൽ രാത്രി താമസിക്കുന്ന സ്ഥലം എന്നാണ്. ബാത്ത ബീത്ത് എന്ന് പറഞ്ഞാൽ രാത്രി താമസിക്കുന്ന സ്ഥലം എന്നുള്ളതാണ്. ഇന്നിപ്പോൾ രാവും പകലൊക്കെ മനുഷ്യന്മാർക്ക് ഒരുപോലെയാണ്. ഇപ്പോൾ എല്ലാം 24 hours ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം. എന്നാലും രാത്രി എന്ന് പറയുന്നത് ഒരു അല്ലെങ്കിൽ ഇരുട്ട് പരന്നാൽ അള്ളാഹുവിനോട് അഭയം തേടുക എന്നൊരു സൂറത്തിൽ പറയുന്നുണ്ട്. ഇരുട്ട് പരന്നാൽ, അപ്പോൾ ഇരുട്ട് പരക്കുക എന്ന് പറയുന്നത് മനുഷ്യനൊരു ഒരു ബേജാറുണ്ടാക്കുന്ന, ഒരു പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. ആ സമയത്ത് അവന് എത്തിച്ചേരുന്നത് അവൻ്റെ വീട്ടിലാണ്. അതാണ് അവൻ്റെ അഭയകേന്ദ്രം, അവൻ്റെ ആശ്രയം എന്ന് പറയുന്നത് അതാണ്. രാത്രി ആയിക്കഴിഞ്ഞാൽ മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞാൽ കുട്ടികളെ പുറത്തേക്ക് വിടരുന്നൊക്കെ ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ അവരുടെ ഒരു അഭയം എവിടെയാണ്? വീടാണ്. നമ്മളെങ്ങനെയൊക്കെ പോയി വന്നാലും രാത്രി നമ്മുടെ വീട്ടിലേക്ക് എത്തുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. എത്ര വൈകിയാലും, നമ്മൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോയാലും എത്ര വൈകിയാലും നമ്മൾ വീട്ടിലേക്ക് എത്താനാണ് ശ്രമിക്കുക. വീട്ടിൽ കിടന്നാലും നമുക്ക് എന്തേ ഉള്ളൂ? ഉറക്കം വരില്ല. ചിലപ്പോൾ ഇതിനേക്കാൾ സൗകര്യപ്രദമായൊരു സ്ഥലത്ത് നമ്മൾ എത്തിയാലും, അല്ല കല്യാണത്തിനോ അല്ലെങ്കിൽ ഇതുപോലെ വല്ല എന്തെങ്കിലും ഫംഗ്ഷനോ ഒക്കെ പുറത്തു പോയാലും നമുക്ക് നമ്മുടെ വീട്ടിൽ വന്ന് രാത്രി എത്തിയാൽ ഉണ്ടാകുന്നൊരു തൃപ്തി വേറെ ഒന്നാണ്. വേറൊരു വാക്ക് പറയാൽ മസ്കൻ എന്നാണ്. മസ്കൻ എന്ന് പറഞ്ഞാൽ ശാന്തി അനുഭവിക്കുന്ന സ്ഥലം എന്നാണ്. ശാന്തി നുകരുന്ന സ്ഥലം എന്നാണ്. സമാധാനം കിട്ടുന്ന ഗേഹം എന്നാണ്. ഇവിടെ സജ്ജദ എന്ന് പറഞ്ഞാൽ സുജൂദ് ചെയ്തു എന്നാണ്. മസ്ജിദ് എന്ന് പറഞ്ഞാൽ സുജൂദ് ചെയ്യുന്ന സ്ഥലം എന്നാണ്. എന്നതുപോലെ ഒരു പ്രയോഗമാണ് മസ്കൻ. സമാധാനം കിട്ടുന്ന സ്ഥലമാണ്. നമുക്ക് വേറെ എവിടെ നിന്നും കിട്ടാത്തൊരു സാധനം. ഭക്ഷണം നമുക്ക് ചിലപ്പോൾ പുറത്ത് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ഒരു വിനോദം പുറത്തുനിന്ന് കിട്ടും, ഒരു വ്യായാമം പുറത്തുനിന്ന് കിട്ടും. നമ്മൾ ആഗ്രഹിക്കുന്ന വേറെ എന്തും നമുക്ക് പുറത്തുനിന്ന് കിട്ടും. പക്ഷേ സമാധാനം എന്ന് പറയുന്നത് വീടുകളിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ എന്നുള്ളതാണ്. പിന്നെ പുറത്തുനിന്ന് സമാധാനം കിട്ടൂല. പിന്നെന്താ വെച്ചാൽ ഉള്ള മനസ്സിൻ്റെ ഒരു സംഘർഷാവസ്ഥ പരിഹരിക്കാൻ വേണ്ടി അവൻ ക്ലബ്ബുകളിലോ അല്ലെങ്കിൽ മറ്റിടത്തൊക്കെ പോകും. അതെന്തിനാ വെച്ചാൽ സമാധാനം കിട്ടാനല്ല, അവൻ്റെ മനസ്സിൻ്റെ അസ്വസ്ഥതകൾ മറപ്പിക്കാനാണ്. ആ ഡോസ് കഴിയുന്നതോടുകൂടി അല്ലെങ്കിൽ ആ ബന്ധങ്ങൾ വിടുന്നതോടുകൂടി വീണ്ടും എന്താവും? പഴയ അസ്വസ്ഥതയിലേക്ക് വരും. എന്നാൽ വീട് പറഞ്ഞാൽ അങ്ങനെയല്ല. അതൊരു മസ്കൻ തന്നെയാണ്. ഒരു സമാധാനത്തിൻ്റെ, വീട്ടിൽ നിന്നത് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ ഒരു മനുഷ്യന് വേറെ വിടുന്നത് കിട്ടൂല എന്നുള്ളതാണ്. അപ്പം നമ്മൾ ചില ദിവസങ്ങളിലൊക്കെ വൈകുന്നേരം പണിയൊക്കെ കഴിഞ്ഞ് വളരെ ക്ഷീണിച്ച് അവശരായിട്ടായിരിക്കും വീട്ടിലേക്ക് എത്തുക. ഇനി നാളത്തെ ദിവസം എനിക്ക് ചിലപ്പോൾ ഒന്നിനും കഴിയില്ല എന്ന ചിന്തയും തോന്നലൊക്കെ ഉണ്ട്. അത്രയും അവശനായിട്ടായിരിക്കും വീട്ടിലെത്തുക. പക്ഷേ വീട്ടിൽ വന്നൊന്ന് കുളി കഴിഞ്ഞൊരു ഭക്ഷണം കഴിച്ചൊന്ന് കിടന്നുറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ തന്നെ അറിയാത്ത രീതിയിലൊരു പുതിയ, ഒരുപക്ഷെ ഇന്നലത്തേക്കാൾ കൂടുതൽ ആവേശത്തോടു കൂടി ഇന്ന് പുറത്തിറങ്ങാനും അധ്വാനിക്കാനുമുള്ള ഒരു ഊർജം നമുക്ക് കിട്ടിയിട്ടുണ്ടാകും. അതാണ് മസ്കൻ എന്ന് പറഞ്ഞാൽ. വീട്ടിൽ നിന്നാണ് നമുക്കത് കിട്ടുക. അതുകൊണ്ടൊക്കെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട് എന്ന് പറയുന്നത് ഈ പ്രധാനപ്പെട്ട 3 അനുഗ്രഹങ്ങളിൽ എണ്ണിയത്. 3 അനുഗ്രഹങ്ങളിൽ എണ്ണിയത്. യാത്ര പിന്നെ നമുക്കറിയാം, യാത്ര ചെയ്യാതെ നമുക്ക് വിഭവങ്ങൾ സമാഹരിക്കാൻ കഴിയില്ല. നമുക്ക് അന്നം വേണമെങ്കിൽ, ഭക്ഷണം വേണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ നടക്കണമെങ്കിൽ ഇരുന്നിടത്ത് നടക്കില്ല, നമ്മൾ യാത്ര ചെയ്യണം, പലയിടത്തും പോണ്ടി വരും. അതുകൊണ്ടാണ് ഈ വാഹനം അതിലൊരു ഉപാധിയായിട്ട് പറഞ്ഞത്. പിന്നെ സ്വാഭാവികമായും അവനെ താങ്ങും തണലുമായിട്ട് നിൽക്കുന്ന ഇണയെക്കുറിച്ച് പറഞ്ഞു. ആ കൂട്ടത്തിലാണ് പ്രവാചകൻ എന്ത് ചെയ്ത് വീടിനെ കുറിച്ച് കൂടി എണ്ണുന്നത്. അത്രയും പ്രധാനമാണ് ഒരാളുടെ, അത്രയും ശ്രേഷ്ഠമായ ഒരു അനുഗ്രഹമാണ് വീടെന്ന് പറയുന്നത്.
ഒരുപാട് സ്വപ്നങ്ങളുടെ, ഒരുപാട് പ്രാർത്ഥനകളുടെ ഫലമാണ് ഓരോരുത്തരുടെയും വീടെന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ അവൻ്റെ ആയുസ്സിൽ ഏറ്റവും കൂടുതൽ പിന്നെ അവൻ്റെ അധ്വാനത്തിൻ്റെ വിഹിതം ചെലവഴിക്കുന്നത് വീട്ടിനായിരിക്കും. നിങ്ങൾ ഓരോരുത്തരുടെ അടുത്ത് നോക്കിയാൽ നമ്മൾ ഇത്രയും കാലം സമ്പാദിച്ചതും അതിന് വീടിന് വേണ്ടി നമ്മൾ മാറ്റിവെച്ചതും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ വരുമാനത്തിൻ്റെ, സമ്പാദ്യത്തിൻ്റെ ഒരു വലിയ പങ്ക് നമ്മൾ വീട്ടിന് വേണ്ടിയിട്ടാണ് മാറ്റിവെച്ചത്. അപ്പോൾ സ്വന്തമായിട്ട് അങ്ങനെ ഒരു ഭവനം ഉണ്ടാവുക എന്നുള്ളത് ഓരോരുത്തരുടെയും സ്വപ്നമാണ്, പ്രാർത്ഥനയാണ്, പ്രതീക്ഷയാണ്. അതിനുവേണ്ടി അവർ എത്രയും കഷ്ടപ്പെടാനും അധ്വാനിക്കാനും തയ്യാറാണെന്നുള്ളതാണ്. ചിലപ്പോൾ ഒരു നിവൃത്തിയുമില്ലാത്ത ആളുകൾ മറ്റുള്ളവരുടെ മുമ്പിൽ പോയിട്ട് കൈനീട്ടുന്ന സാഹചര്യമുണ്ടാകും. അവരുടെ അഭിമാനത്തെ പണയപ്പെടുത്തിക്കൊണ്ടാണ്. പക്ഷേ അതിനു പോലും അവരെ തയ്യാറാക്കുന്നത് അവരുടെ വീട് എന്ന് പറയുന്ന അവരുടെ ഈ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഒരാളുടെ മുമ്പിൽ പോയിട്ട് കൈനീട്ടുക എന്ന് പറഞ്ഞാൽ അത്ര നല്ല കാര്യമൊന്നുമില്ലല്ലോ. പക്ഷേ ഒരു അനിവാര്യമായ സാഹചര്യങ്ങൾ പ്രവാചകൻ ദാനധർമ്മങ്ങൾ ചെയ്യാൻ ഒരുപാട് പ്രോത്സാഹനം കൊടുത്തിട്ടുണ്ട്. സക്കാത്തൊരു ഒരു നിർബന്ധ ബാധ്യതയാക്കി ദാനധർമ്മങ്ങൾ നിങ്ങൾ ധാരാളമായിട്ട് ചെയ്യണം, നിരന്തരം പ്രവാചകൻ ഓർമ്മിപ്പിച്ച കാര്യമാണ്. അങ്ങനെ പറയുന്ന പ്രവാചകൻ തന്നെ ചോദിച്ചു വരുന്നവരെ നിങ്ങൾ ചോദിച്ചു പോകരുത്, ആരെങ്കിലും ചോദിച്ചു വന്നാൽ അവരെ ആട്ടിയകറ്റരുത് എന്ന് പറയുന്ന പ്രവാചകൻ ചോദിക്കുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. നിങ്ങളെ കൊണ്ട് കഴിയലാണ് ഏറ്റവും നല്ലത് എന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. വേറെ ആളുടെ മുമ്പിൽ പോയി കൈ നീട്ടുക അല്ല, അവനവൻ്റെ കാര്യങ്ങൾ അവനവൻ നടത്തി ചെയ്യണമെന്നാണ്. അദ്ദേഹം അപ്പുറത്ത് എന്ത് ചെയ്യുന്നുണ്ട്? പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ധാരാളം. അത് രണ്ട് കാര്യമാണ്. അത് വിശദീകരിക്കേണ്ട ഒരു സന്ദർഭം ഞാൻ പറയുന്നത് വെച്ചാൽ അങ്ങനെ ഒരാളടുത്ത് പോയി ചോദിക്കുന്നവരുടെ അഭിമാനം പണയപ്പെടുത്തിയിട്ടാണ്. അതുപോലും ഈ പറയപ്പെടുന്ന വീട് എന്ന് പറയുന്ന ഒരു വലിയ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ്. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെയും വളരെ അർത്ഥവത്താണ്. ഇനി നമ്മൾ വീടുകളെക്കുറിച്ച് 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വീട്ടിൽ ഈ ഒരു വീട് നേരത്തെ പറഞ്ഞ മസ്കനാകുന്നത്, സമാധാനത്തിൻ്റെ കേന്ദ്രമാകുന്നത്, അവിടെ നമ്മൾ ആ വീടിനെ മനോഹരമാക്കാൻ ഉപയോഗിച്ച മെറ്റീരിയൽസ് എന്തൊക്കെയാണ്? ഇന്നിപ്പോൾ ആധുനിക സംവിധാനങ്ങളൊക്കെ ഉണ്ട്. വീടിന് മനോഹരമാക്കാൻ കഴിയുന്ന ധാരാളം സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഉപയോഗിച്ചിട്ട് വലിയ കൊട്ടാരങ്ങൾ ആളുകൾ പണിയാറുണ്ട്. ആ കൊട്ടാരത്തിന് കിട്ടാത്ത സമാധാനവും സംതൃപ്തിയും ചെറിയ കുടിലിൽ ആളുകൾ ആവോളം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഉപയോഗിച്ച മെറ്റീരിയലോ അല്ലെങ്കിൽ അതിൻ്റെ വിസ്തീർണമോ അതിൻ്റെ സ്ക്വയർ ഫീറ്റോ അല്ലെങ്കിൽ അതിലുള്ള മറ്റ് സംവിധാനങ്ങളോ അല്ല. അതേസമയം അതിനെ മനോഹരമാക്കുന്നത് ആ വീട്ടിലെ ആളുകളാണ്. ഒരു വീടിനെ മനോഹരമാക്കുന്നത്, നേരത്തെ പറഞ്ഞ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കേന്ദ്രമാക്കുന്നത് ആ വീട്ടിൽ ഉപയോഗിച്ച വസ്തുക്കളല്ല. ഒരു വീടിന് ലൈഫ് ഉണ്ടാക്കുന്നത് അതിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള പണിയുടെ ഉറപ്പോ അല്ല, മറിച്ച് അതിലെ ആളുകളുടെ ഒരു സാന്നിധ്യം, അവരുടെ പ്രസൻസ്, അവരുടെ ഇടപഴക്കങ്ങൾ, അവരുടെ പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻ, അവരുടെ പരസ്പരമുള്ള സംസാരങ്ങൾ, അവരുടെ പരസ്പരമുള്ള സ്നേഹപ്രകടനങ്ങൾ, ഇതൊക്കെയാണ് ഒരു വീട്ടിനെ എന്താക്കുന്നത്. ഉപ്പയും ഉമ്മയും ഉണ്ടാവും, ഭാര്യയും ഭർത്താവും ഉണ്ടാവും, വല്യപ്പയും പേരക്കുട്ടികളും ഉണ്ടാവും. ഇതെല്ലാം കൂടെ ഒരു വീട്ടിൽ ആരൊക്കെയുണ്ടോ അവർ തമ്മിലുള്ള ഈ ഹൃദ്യമായ ബന്ധം. ഇത് ഒരാൾ വരുമ്പോൾ അടുത്താൾ അപ്പുറത്തെ വാതിലൂടെ പോവുക, ഒരാൾ കയറി വരുമ്പോൾ ഒരാൾ പുറകിലൂടെ പോവുക, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിലെന്തുണ്ടാവില്ല, ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വീടിനെ ആ രീതിയിൽ, മനോഹരമായ രീതിയിൽ, സന്തോഷത്തോടെ, സമാധാനത്തോടെ, ശാന്തി അനുഭവിക്കാൻ കഴിയുന്ന രീതിയിൽ അള്ളാഹു ഈ വീടിനെ ആക്കട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. വീടുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ഖബറുകളാക്കരുതെന്നൊരു ഹദീസിലുണ്ട്. തജ്അലു ബുയൂതക്കും ഖുബൂറ എന്ന് പറയുന്നത്, വീടുകളെ നിങ്ങൾ ഖബറുകളാക്കരുത്. എന്താ പ്രശ്നം അറിയാം? അങ്ങനെ പറയേണ്ട ഉദ്ദേശം എന്താ വെച്ചാൽ, ഖബറുകളിൽ കുറേ മനുഷ്യന്മാരുണ്ട്, പരസ്പരം മിണ്ടൂലല്ലോ. അവർ ഖബർ എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത ഖബറാണ്, തൊട്ടടുത്തടുത്തായിരിക്കും, പക്ഷെ അവർ തമ്മിൽ മിണ്ടാട്ടമൊന്നുമില്ല. എന്നതുപോലെ വീട്ടിലെ ആളുകൾ അങ്ങനെ അകന്ന് കഴിയേണ്ടവരല്ല, ചേർന്ന് കഴിയേണ്ടവരാണ്. ഇതൊരു ഒരാശയാർത്ഥമാണ്. രണ്ടാമത്, ഖബറിൻ്റെ അടുത്ത് പോയിട്ട് ഖബർ സിയാറത്ത് സുന്നത്താണ്. അതേസമയം ഖബറിൻ്റെ അടുത്ത് പോയിട്ട് നിസ്കരിക്കുക, പ്രാർത്ഥിക്കുക, അങ്ങനെയൊന്നുമില്ലല്ലോ. ഖബറിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സാധാരണ ഖബറുകൾ എന്ന് പറയുന്നത് നിരന്തരം ആൾപ്പെരുമാറ്റമുള്ളൊരു സ്ഥലമല്ല. വീടുകൾ അങ്ങനെ ആവാൻ പാടില്ല എന്നുള്ളതാണ്. പള്ളിത്തൊടിയിലേക്ക് ആരും എന്ത് ചെയ്യില്ല, തനിച്ചു പോകില്ല. എന്താ വെച്ചാൽ പേടിയാണ്.
അങ്ങനെ പേടിച്ച് കയറേണ്ടതല്ല വീട് എന്ന് പറഞ്ഞാൽ. വീട്ടിലിങ്ങനെ ആൾക്കാർ കയറിച്ച് വരുമ്പോൾ ഭാര്യയെ പഠിച്ച് ഭർത്താവ് വരിക, ഭർത്താവിനെ പഠിച്ച് ഭാര്യ വരിക, അല്ലെങ്കിൽ മക്കളെ പഠിച്ചിട്ട് ഉപ്പ വരിക, ഉപ്പയെ പഠിച്ച് മക്കൾ വരിക, അങ്ങനെ പേടിച്ച് കയറി ചെല്ലേണ്ടുന്നൊരു സ്ഥലമല്ല, അവിടെ സന്തോഷത്തോടു കൂടി കയറി ചെല്ലേണ്ടുന്ന ഒരു സ്ഥലമാണ്. ഒരു ഭയാനകതയും ഭീകരതയുമാണ് കബറിടങ്ങളിലെങ്കിൽ വീടുകൾ അങ്ങനെ ആകാൻ പറ്റില്ല എന്നുള്ളത്. വീടുകളിൽ പ്രാർത്ഥനകൾ നടക്കണം, ഖുർആൻ പാരായണം നടക്കണം. എല്ലാ ദിവസവും എല്ലാ സമയത്തും എന്ത് ചെയ്യണം? വീടുകളിൽ ഖുർആൻ പാരായണം നടക്കണം, പ്രാർത്ഥനകൾ നടക്കണം. ഫർദ് നമസ്കാരങ്ങൾ പുരുഷന്മാർ പള്ളിയിൽ ജമാഅത്തായിട്ടാണ് നമസ്കരിക്കേണ്ടത്. പക്ഷേ സുന്നത്ത് നമസ്കാരം എന്ത് ചെയ്യണം? പുരുഷന്മാർ വീട്ടിൽ നിസ്കരിക്കണം. അപ്പോൾ പള്ളി നമ്മുടെ അടുത്താണ്. വീട്ടിലല്ല ഫർദ് നിസ്കരിക്കേണ്ടത്, പള്ളിയിലാണ് നമ്മൾ നിസ്കരിക്കേണ്ടത്. ഇന്നത്തെ ഒരു കാര്യത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, സാധാരണ നമ്മൾ. പക്ഷേ അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ പുരുഷന്മാർക്കൊരു നിസ്കാരം ഇല്ലാന്ന് തീരുമാനിക്കുകയും ചെയ്യരുത്. വീടുകളിൽ എന്ത് ചെയ്യണം? പുരുഷന്മാർ വീടുകളിൽ സുന്നത്ത് നിസ്കരിക്കണം. സ്ത്രീകൾ ഫർദ് നിസ്കാരം വീടുകളിൽ ജമാഅത്തായിട്ട് നിർവഹിക്കണം. ജമാഅത്ത് നമസ്കാരത്തിന് പ്രത്യേകമായ പ്രതിഫലമുണ്ട്. അതുകൊണ്ട് സ്ത്രീകൾ ഓരോരുത്തരും ഓരോ സമയത്തും നിസ്കരിക്കുകയല്ല വേണ്ടത്. വീട്ടിലെ സ്ത്രീകളെല്ലാവരും ഉണ്ടെങ്കിൽ എല്ലാവരും ഒരു നിശ്ചിത സമയം നിശ്ചയിച്ചിട്ട് ഒരുമിച്ച് നിസ്കരിക്കലാണ് അതിൻ്റെ സുന്നത്ത്. അതൊക്കെയാണ് നമ്മൾ ഇപ്പോൾ വീടുകളെ നിങ്ങൾ ഖബറുകളാക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഒരു ഉദ്ദേശം ഇതൊക്കെയാണ്. ഖുർആൻ പാരായണം നടക്കണം വീടുകളിൽ. ഇപ്പം നമ്മുടെ പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. നമ്മുടെ ചെറുപ്പത്തിൽ നമ്മുടെ ഉപ്പയും ഉമ്മയും നമ്മുടെ കാരണവന്മാർ വല്യപ്പയും വല്യമ്മയൊക്കെ നമ്മളെ ഇരുത്തി ഓതിപ്പിച്ചിരുന്നു വൈകുന്നേരങ്ങളിൽ. പിന്നെ രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞാൽ. അപ്പോൾ ഇതേപോലെ പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണം എന്ത് ചെയ്യണം? വീടുകളിൽ നടക്കണം, എല്ലാവരും ചെയ്യണം. അത് കുട്ടികൾ മാത്രമല്ല, മദ്രസയിൽ പോകുന്ന കുട്ടികൾ മാത്രം അവരുടെ ഒരു സിലബസിൻ്റെ ഉസ്താദ് ചോദിക്കും, അതുകൊണ്ട് ഓതിക്കൊടുത്തിട്ടില്ലെങ്കിൽ പ്രശ്നമാണ് എന്നുള്ളത്. അത് ഓതിക്കൊടുക്കാൻ വേണ്ടി പഠിക്കൽ മാത്രമല്ല, സ്കൂളിലെ പുസ്തകങ്ങളോ അല്ലെങ്കിൽ മദ്രസയിലെ മറ്റ് വിഷയങ്ങളോ ഓതിപ്പഠിക്കുന്ന പോലെ ഓതിപ്പഠിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല. അപ്പോൾ നിരന്തരം നമ്മൾ പഠിച്ചു കഴിഞ്ഞാലും എന്ത് ചെയ്യണം? നമ്മളത് പാരായണം ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഒരു ദിവസത്തിൽ ഒരു നിശ്ചിത സമയത്ത് വീടുകളിൽ അപ്പോഴൊക്കെയാണ് നേരത്തെ പറഞ്ഞ അള്ളാഹുവിൻ്റെ മലായിക്കത്തുകളുടെ സാന്നിധ്യം ഉണ്ടാകുക. വീടിനെ മനോഹരമാക്കുന്നതിൽ ഞാൻ അവസാനിപ്പിക്കാം. വീടുകളെ മനോഹരമാക്കുന്നതിൽ, ഈ സമാധാനത്തിൻ്റെ ഈ സന്തോഷത്തിൻ്റെയും കേന്ദ്രമാക്കുന്നതിൽ നമ്മുടെ ഒരു ഇടപെടലും നമ്മുടെ സാന്നിധ്യവും മാത്രമല്ല, അള്ളാഹുവിൻ്റെ മലായിക്കത്തുകളുടെ റഹ്മത്തിൻ്റെ മാലാഖമാരുടെ ഒരു സാന്നിധ്യം ഉണ്ടാവണം. എവിടെയാണ് റഹ്മത്തിൻ്റെ മാലാഖമാർ വരിക? റഹ്മത്തിൻ്റെ മാലാഖമാരുടെ സാന്നിധ്യം എവിടെ ഉണ്ടാവുക? നമുക്കെന്നെ ആലോചിച്ചറിയില്ലോ. നേരത്തെ പറഞ്ഞ പോലെ പ്രാർത്ഥനകൾ നടക്കുന്നിടത്ത്, നിസ്കാരം നടക്കുന്നിടത്ത്, ഖുർആൻ പാരായണം ചെയ്യുന്നിടത്ത്, അള്ളാഹുവിനെക്കുറിച്ച് പറയുന്നിടത്ത്, റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് ചെല്ലുന്നിടത്ത്, ഇവിടേക്കാണ് റഹ്മത്തിൻ്റെ മലായിക്കത്തിൽ ഇറങ്ങുക. അല്ലാതെ സിനിമയും ടി വിയും അതേപോലെ മൊബൈലും യൂട്യൂബും റീൽസും വാട്സപ്പും ഇതൊക്കെ ഇങ്ങനെ മാറി 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 കാണുകയും കേൾക്കുകയും ചെയ്യുന്നിടത്ത് മലായിക്കത്തിൽ ഇറങ്ങുമോ? നമ്മൾ തന്നെ ആലോചിച്ചാൽ മതിയല്ലോ. അള്ളാൻ്റെ മലായിക്കത്തിൽ അവിടെ ഇറങ്ങും. അതിനെ മൊത്തം തള്ളിക്കളയണം എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. ആവശ്യമായ സന്ദർഭങ്ങളിൽ അതിൻ്റെ നന്മ നമ്മൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം. അതേസമയം വീടുകളിൽ ഈ കാര്യങ്ങൾ നടക്കുമ്പോൾ അവിടെ സന്തോഷവും സമാധാനവും ഉണ്ടാകും, അതിൽ ഖൈറുണ്ടാകും, ബർക്കത്തുണ്ടാകും, റഹ്മത്തിൻ്റെ മാലാഖമാരുടെ സാന്നിധ്യമുണ്ടാകും. നമ്മളെക്കാൾ കൂടുതൽ ആ വീടിൻ്റെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി ആര് പ്രാർത്ഥിക്കും? മലക്കുകൾ പ്രാർത്ഥിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെ സഹോദരൻ മനാഫിൻ്റെ വീട് ഇരിക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മളിവിടെ കൂടിയത്. റബ്ബ് സുബ്ഹാനഹു വ തആല സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ നല്ല മനോഹരമായ ഒരു കുടുംബജീവിതം ഈ വീട് നടത്താൻ റബ്ബ് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്തെല്ലാം നന്മകളാണോ റബ്ബ് സുബ്ഹാനഹു വ തആല ഇതിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത്, ആ നന്മകളെല്ലാം റബ്ബ് അദ്ദേഹത്തിനും കുടുംബത്തിനും പ്രദാനം ചെയ്യുമാറാവട്ടെ. എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അള്ളാഹു അതെല്ലാം വിട്ട് പുറത്തു കൊടുക്കുമാറാവട്ടെ. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്ന്, ഞെരുക്കങ്ങളിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. സാധാരണ ഞാൻ അതിൻ്റെ ചിലവിനെക്കുറിച്ച് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ടില്ല. സാധാരണ ഒരു വീട് പണി കഴിയുമ്പോഴേക്കും ആളെന്ത് ചെയ്യും? ഒന്നിരിക്കും. പല രീതിയിൽ ചില ആളുകൾ ലോൺ എടുത്തിട്ടൊക്കെ ആയിരിക്കും ചെയ്യുക, ചില ആളുകൾ കുടുംബത്തൊന്നും ബന്ധുക്കൾ തരത്തിൽ കടം വാങ്ങിയിട്ടൊക്കെ ആയിരിക്കും ചെയ്യുക. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യൻ്റെ ഒരു അത്യാവശ്യ കാര്യമായതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ എന്തെങ്കിലും
ഇതുമായി ബന്ധപ്പെട്ട ബാധ്യതകളുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ അത്തരം ബാധ്യതകളിൽ നിന്ന് മുക്തമായി സന്തോഷത്തോടെ സമാധാനത്തോടു കൂടി ജീവിക്കാൻ റബ്ബ് തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ നൽകിയിട്ടുള്ള ഈ വീട്ടിൻ്റെ ഈ അനുഗ്രഹം, അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹം കിട്ടുക എന്നതിനേക്കാൾ പ്രധാനമാണ് ആ അനുഗ്രഹത്തിൽ അള്ളാഹുവിൻ്റെ റിള ഉണ്ടാവുക എന്നുള്ളത്. പലതും നമ്മൾ അനുഭവിക്കുന്നുണ്ടാകും, പക്ഷേ ആ അനുഭവിക്കുന്നതിൽ അള്ളാഹുവിൻ്റെ ഒരു റിള കൂടി ഉണ്ടാകുമ്പോഴാണ് അത് നമുക്ക് സന്തോഷത്തോടു കൂടി അനുഭവിക്കാൻ കഴിയുക. മറ്റത് കുറേ അനുഗ്രഹങ്ങൾ ഇങ്ങനെ വരും. എല്ലാ അനുഗ്രഹങ്ങളിലും അള്ളാഹുവിൻ്റെ റിള, അള്ളാഹുവിൻ്റെ തൃപ്തിയെ നിങ്ങൾ ചോദിക്കുക എന്ന് റസൂൽ പഠിപ്പിച്ച ആ ഉദ്ദേശത്തിലാണ് റബ്ബ് സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ പ്രത്യേകമായ റിള, പ്രത്യേകമായ തൃപ്തി ഈ വീടിനും ഈ വീട്ടിലെ ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളിത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ കൂടെ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ചില ആളുകളുണ്ടാകും. നമ്മുടെ മാതാപിതാക്കൾ, അതേപോലെ നമ്മുടെ ഉറ്റവർ, ഉടയവർ, അങ്ങനെ കുറേ ആളുകൾ ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ ഫസീസ്ക നമ്മളെ നിങ്ങളെ അമ്പ അല്ലേ കൂടെ ഉണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ ആ ഒരു അവരുടെ ഒരു വിടവ് നമ്മൾ ഫീൽ ചെയ്യുന്ന സമയമാണ്. പല്ലല്ലോ എന്നുള്ള ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്ന സമയമാണ് ഇതേപോലുള്ള വീട് കല്യാണം എന്നൊക്കെ വരുമ്പോൾ നമ്മുടെ രക്ഷിതാക്കളെ ഒരു ഗ്യാപ്പ്, അല്ലെങ്കിൽ അവർ നമ്മുടെ കൂടെ ഇല്ലല്ലോ, അവരുടെ അസാന്നിധ്യം നമ്മൾ വല്ലാതെ ഫീൽ ചെയ്യുന്ന സമയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുപ്പാക്ക് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ബർസഖിയായ ജീവിതം സന്തോഷകരമാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഇതുപോലെ മരണപ്പെട്ടു പോയ ആളുകൾ അള്ളാഹു അവർക്കെല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ അവരെ കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യം നമുക്കും അവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇവിടെ ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഇണതുണകൾ, നമ്മുടെ കാരണവന്മാർ, നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ മക്കൾ, പേരക്കുട്ടികൾ, എല്ലാവർക്കും റബ്ബ് ആരോഗ്യവും ആഫിയത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവിധത്തിലുള്ള കഷ്ടപ്പാടുകളിൽ നിന്ന്, ദുഃഖങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. സന്തോഷകരമായ സമാധാനപരമായ ഒരു ജീവിതം നമുക്കും അവർക്കും റബ്ബ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്, അള്ളാഹുവിൻ്റെ തൃപ്തിക്കനുസരിച്ച്, അള്ളാഹുവിൻ്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിക്കാൻ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന് അനിഷ്ടകരമായ ഒന്നും നമ്മുടെ ജീവിതത്തിൽ വന്നുപോകാതെ റബ്ബ് നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ സുന്നത്തിനെ മുറുകെ പിടിച്ച്, ആ പ്രവാചകൻ്റെ ചര്യയെ മുറുകെ പിടിച്ച്, പ്രവാചകൻ കാണിച്ച വഴിയിലൂടെ സഞ്ചരിക്കാൻ റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ നാളെ സ്വർഗത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ കണ്ടുമുട്ടാൻ, റസൂലുമായി മുസാഫഹത്ത് നടത്താൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫാഅത്ത് ചെയ്യുന്ന ആ സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ, നമ്മുടെ മാതാപിതാക്കളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. اللهم إنا نسألك خير الدنيا وخير الآخرة. اللهم إنا نعوذ بك من شر الدنيا وعذاب الآخرة. اللهم اجعل حياتنا حياة الصالحين واجعل مماتنا ممات الأبرار واجمعنا في دار جناتك النعيم. ربنا اغفر لنا ولإخوان الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا اغفر لنا ولوالدينا ولأساتذتنا ولأقربائنا ولجيراننا ولإخواننا ولأخواتنا ولأزواجنا ولأبنائنا ولبناتنا ولمن حق علينا ولمن آننا ولمن أوصانا بالدعاء. اللهم أجرنا وأجرهم من النار. اللهم أدخلنا وأدخلهم في دار جناتك النعيم. اللهم اجمعنا واجمعهم في جناتك الفردوس مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. اللهم لا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا إلى مصيرنا إلى النار. اللهم أصلح لنا الدين الذي هو عصمة أمرنا وأصلح لنا دنيانا التي فيها معاشنا وأصلح لنا آخرتنا التي إليها مآدنا. اللهم اجعل الحياة زيادة لنا في كل خير واجعل الموت راحة لنا من كل شر. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. وصلى الله تعالى على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين.